നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഫോർമാറ്റിംഗ് പാരഗ്രാഫ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്. ഫോർമാറ്റിംഗ് പാരഗ്രാഫ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് യൂസിങ് MS Word. Objectives: show and hide the ruler. റൂളർ എന്ന് പറഞ്ഞാൽ സ്കെയിലിന്റെ കൂട്ട് നമുക്ക് സ്ക്രീനിന്റെ ടോപ്പിൽ കാണുന്ന ഒരു സ്കെയിൽ മെഷർമെന്റ്സിനെ കാണിക്കുന്ന സാധനമാണ് റൂളർ, ലൈക്ക് റൂളർ. അടുത്ത സെറ്റ് ദ മാർജിൻസ് ഓഫ് എ ഡോക്യുമെന്റ്. ഡോക്യുമെന്റിന്റെ മാർജിൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ? അലൈൻ ടെക്സ്റ്റ് ആൻഡ് അഡ്ജസ്റ്റ് പാരഗ്രാഫ് ഇൻഡെന്റ്സ്. ടെക്സ്റ്റ് എങ്ങനെ അലൈൻ ചെയ്യാം, അതിന്റെ ഇൻഡെന്റ്സ് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ്. ലൈനുകൾ തമ്മിലുള്ളതും പാരഗ്രാഫുകൾ തമ്മിലുള്ള സ്പേസിംഗ് എങ്ങനെയായിരുന്നു. ചേഞ്ച് ദ വെർട്ടിക്കൽ അലൈൻമെന്റ്. സെറ്റ് ഓർ മോഡിഫൈ ടാബ്സ്, ടാബ് സ്റ്റോപ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതെങ്ങനെ മോഡിഫൈ ചെയ്യാം. ക്രിയേറ്റ് ആൻഡ് മോഡിഫൈ ബുള്ളറ്റ്സ്, നമ്പേർഡ് ആൻഡ് ഔട്ട്ലൈൻ നമ്പേർഡ് ലിസ്റ്റ്. ഇനി ഓർഗനൈസ് എ ഡോക്യുമെന്റ് ഇൻ ഔട്ട്ലൈൻ വ്യൂ. ഇത്ര കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വൊക്കാബുലറി ആയിട്ട് അലൈൻമെന്റ് എന്താണ്, ബുള്ളറ്റ് എന്താണ്, സെന്റർ എന്താണ്, ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് എന്താണ്, ഹാങ്ങിങ് ഇൻഡന്റ് എന്താണ്, ഇൻഡന്റ് എന്ന് പറഞ്ഞത് എന്താണ്, ഇൻസൈഡ് മാർജിൻ, ഗട്ടർ മാർജിൻ, ജസ്റ്റിഫൈ, ലീഡർ, ലെഫ്റ്റ് അലൈൻ, മാർജിൻ, മിറേഡ് മാർജിൻ, മൾട്ടി ലെവൽ ലിസ്റ്റ്, നെഗറ്റീവ് ഇൻഡന്റ് എന്താണ്, ഔട്ട് ഇൻഡന്റ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുകൂടാതെ ഔട്ട്ലൈൻ നമ്പേർഡ് ലിസ്റ്റ്, outside margins, right align, tab stops, vertical alignment, etc. അടുത്ത അത് നമുക്ക് ഫോർമാറ്റിംഗ് പാരഗ്രാഫ്സ് ആൻഡ് ഡോക്യുമെന്റ്. ഫോർമാറ്റിംഗ് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഫോർമാറ്റിംഗ് പ്രസൻസ് എ കൺസിസ്റ്റന്റ് ആൻഡ് അട്രാക്റ്റീവ് സ്റ്റൈൽ ത്രൂ ഔട്ട് എ ഡോക്യുമെന്റ്. ഫോർമാറ്റ് നമ്മൾ ടെക്സ്റ്റ് കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് മൊത്തത്തെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാന്നുള്ളത്. ദിസ് ലെസൺ യു വിൽ യൂസ് ദ റൂളർ, സെറ്റ് മാർജിൻസ്, അലൈൻ പാരഗ്രാഫ്സ് ആൻഡ് അഡ്ജസ്റ്റ് പാരഗ്രാഫ് ഇൻഡെന്റ്സ് ആൻഡ് ലൈൻ സ്പേസിംഗ്. You will change the spacing before and after the paragraphs, adjust tab stops, create list and use outline view. അടുത്ത viewing the ruler. The Word provides the rulers along the top and left margin to help you as you format your document. നമ്മൾ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ മെഷർമെന്റ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മാർജിൻ സെറ്റിംഗ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന റൂളർ ലൈൻ ടോപ്പ് അലോങ് ദ ടോപ്പും ലെഫ്റ്റ് മാർജിനിലായിട്ടുണ്ടാകും. ദ റൂളർ ഈസ് ഹിഡൻ ബൈ ഡിഫാൾട്ട്. നോർമൽ കേസിൽ ചിലപ്പം ഹിഡൻ ആയിരിക്കാം. To display it, you can click on the view ruler button located at the top of the vertical scroll bar on the right side of the window. ഉണ്ടല്ലേ, ഞാൻ റൂളർ ലൈൻ ആണുള്ളതാണ് ഞാൻ ലാസ്റ്റ് സൈഡ് കാണിച്ചേക്കാണ്. 6 ഉം 7 കാണിച്ചേ, അത് 1 തൊട്ട് തുടങ്ങും, അതാണ് റൂളർ ലൈൻ. എന്നിട്ട് സൈഡിലായിട്ട് കണ്ടോ വ്യൂ റൂളർ എഴുതിയേക്കുന്നുണ്ടോ, ആ വ്യൂ റൂളർ എന്നുള്ള ആ ബട്ടണിൽ കൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റൂളർ ലൈൻ നമുക്ക് ഓൺ ആയി കിട്ടും. അത് ഓൺ ആക്കാൻ ഓഫ് ആക്കാൻ വിസിബിളും ഇൻവിസിബിളും ആക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഷോയും ഹിഡൻ സ്റ്റാറ്റസിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് റൂളറിന്റെ ഒരു സാമ്പിൾ പിക്ചർ ആണ് താഴെ കാണിച്ചത്. ഇനി സെറ്റിംഗ് ദ മാർജിൻസ്. Margins are blank areas around the top, bottom and sides of the page. Left margin, right margin. The Word sets predefined margin settings which you can keep or change. Default ആയുള്ള സാധനങ്ങൾ മാർജിൻസ് ഉണ്ടാവും, നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം. Book pages and magazines are often formatted with mirrored margins. ബുക്സും മാഗസീൻസും ഫോർമാറ്റ് ചെയ്തതാണ് മിറേഡ് മാർജിൻസ് ഉപയോഗിച്ചാണ് ഫോർമാറ്റ്. ഇൻസൈഡ് ദ മാർജിൻസ്, മാർജിൻ അകത്തുള്ളത് ഗട്ടർ മാർജിൻസ് ആർ ക്ലോസസ്റ്റ് ടു ദ ഇൻസൈഡ് ഓഫ് ദ പേജ്. ഔട്ട്സൈഡ് മാർജിൻസ് ആർ ക്ലോസസ്റ്റ് ടു ദ എഡ്ജസ് ഓഫ് ദ പേജ്. ഓക്കെ, ഇൻസൈഡ് മാർജിൻസ് എന്ന് പറഞ്ഞാൽ ഗട്ടർ മാർജിൻസ് ആർ ക്ലോസസ്റ്റ് ടു ദ ഇൻസൈഡ് ഓഫ് ദ പേജ്. പേജിൽ അകത്ത് സൈഡിൽ കാണുന്നത് ഇതിനെ പറയും. അതിനെ നമ്മൾ അകത്ത് സൈഡിലോട്ട് വരുന്ന അതിനെ കണ്ടു പറയും നമ്മൾ ഇൻസൈഡ് മാർജിൻസ് എന്ന് പറയും. അതിന് അടുത്ത എന്താണ്, ഔട്ട്സൈഡ് മാർജിൻസ് ആർ ക്ലോസസ്റ്റ് ടു ദ എഡ്ജസ് ഓഫ് ദ പേജ്. പേജിന്റെ എഡ്ജിൽ വരുന്നതിന് നമ്മൾ ഔട്ട്സൈഡ് മാർജിൻസ് എന്ന് പറയും. ഇൻസൈഡ് മാർജിൻസ് ഉണ്ട്, ഗട്ടർ മാർജിൻസ് പറയും. ഔട്ട്സൈഡ് മാർജിൻ, ഇൻസൈഡ് മാർജിൻസ് ആർ ക്ലോസസ്റ്റ് ടു ദ ഇൻസൈഡ് ഓഫ് ദ പേജ് ആൻഡ് ഔട്ട്സൈഡ് മാർജിൻസ് പറഞ്ഞാൽ എന്താണ്, എഡ്ജസ് ഓഫ് ദ പേജ്.
ഇനി മാർജിൻസ് ടാബ് or the പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് കാണിക്കുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, മാർജിൻ ടോപ്പ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, ബോട്ടം ഉണ്ട്, റൈറ്റ് ഉണ്ട്, ഗട്ടർ ഉണ്ട്. ഗട്ടറിന്റെ പൊസിഷൻ എവിടാണ്, ഗട്ടർ പൊസിഷൻ കാണിക്കുന്നുണ്ട്, ലെഫ്റ്റ് ആണ് റൈറ്റ് ആണെന്നുള്ളത്. ഇനി അതിന്റെ ഓറിയന്റേഷൻസ് ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, പേജ് വിഡ്ത് വൈസ് നമ്മൾ ആദ്യം പഠിച്ചാണ്, അത് ഓറിയന്റേഷൻ കാണിക്കുന്നതാണ്. അത് നമ്മൾ പ്രീവിയസ്ലി നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഈ സ്ക്രീൻ ശ്രദ്ധിക്കേണ്ടത് മാർജിൻസ്, ടോപ്പ് മാർജിൻ ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, ടോപ്പും ബോട്ടം ഉണ്ട്, ലെഫ്റ്റ് റൈറ്റും ഉണ്ട്, ഗട്ടറും ഉണ്ട്, ഗട്ടറിന്റെ പൊസിഷൻ ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് ആണ് പറഞ്ഞ ഡീഫാൾട്ട് കിടക്കുന്നുള്ളത്. ഓക്കെ, ഇനി അലൈൻ ടെക്സ്റ്റ്. Alignment refers to the position of the text between the margins. Margins ഇടയിൽ എവിടാണ് ടെക്സ്റ്റ് അലൈൻ ചെയ്ത് തീരുമാനിക്കുന്നതാണ് പൊസിഷനെ തീരുമാനിക്കുന്ന അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ. You can left align, center align, right align and justify text. Left ഉണ്ട്, center ഉണ്ട്, right ഉണ്ട്, justified. Left align and justified are two most commonly used alignments in the documents. To align text, you click on the alignment button of the paragraph group on the Home tab. ഇനി ലെഫ്റ്റ് അലൈൻ ഉണ്ട്, റൈറ്റ് അലൈൻ ഉണ്ട്, സെൻട്രൽ അലൈൻ ഉണ്ട്, ജസ്റ്റിഫൈ ഉണ്ട്. ജസ്റ്റിഫൈ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഈ മാറ്റം നോക്കിയാൽ അറിയാം, റൈറ്റ് സൈഡ് അലൈൻഡ് അല്ല, റൈറ്റും ലെഫ്റ്റും ലെവലായിട്ട് നിന്ന് നടുക്ക് സ്പേസ് ഇട്ട് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ജസ്റ്റിഫൈഡ് ടെക്സ്റ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. സെന്റർ എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ് ആയിരിക്കും, ലെഫ്റ്റ് ആംഗിൾ ലെഫ്റ്റ് സൈഡ് ചേർന്നിരിക്കും. ഇത് ഈ കാണിച്ചിരിക്കുന്ന സാമ്പിൾ സ്ക്രീനിലെ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെഫ്റ്റ് അലൈൻഡ് ആണ്. കണ്ടു, ഇവിടെ നോക്കി അറിയാം. എക്സാമ്പിൾസ് ആണ്. ആദ്യത്തെ ലൈൻ എന്താണ്, ലെഫ്റ്റ് അലൈൻ ആണ്. രണ്ടാമത്തെ എന്താണ്, സെന്റേഡ് ആണ്. മൂന്നാമത്തെ റൈറ്റ് അലൈൻ ആണ്. താഴാത്ത പാരഗ്രാഫ് നോക്കുക, രണ്ട് സൈഡിൽ ലെവലായി, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ലെവലായിട്ട് നിൽക്കുന്നതിനെ നമ്മൾ എന്താ പറയും, ജസ്റ്റിഫൈഡ് ടെക്സ്റ്റ് അലൈൻമെന്റ് എന്ന് പറയും. ഓക്കെ, 4 ടൈപ്പ് അലൈൻമെന്റ്സ് ആണ് ഉള്ളത്. An indent. Indent is a space between text and document margin. ടെക്സ്റ്റിനും ഡോക്യുമെന്റ് മാർജിനും ഇടയ്ക്കുള്ള സ്പേസിനെ നമുക്ക് എന്താ പറയും, ഇൻഡന്റ് എന്ന് പറയും. പ്രധാനപ്പെട്ടാണ്. ഇൻഡന്റ് ഇസ് എ സ്പേസ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് മാർജിൻ. ഇൻഡന്റ് ഫ്രം ദ ലെഫ്റ്റ് മാർജിൻ ആൻഡ് റൈറ്റ് മാർജിൻ ആൻഡ് മോർജ് മാർജിൻ. ഇൻഡന്റ് ലെഫ്റ്റ് സൈഡ് ഇൻഡന്റ് ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്, രണ്ട് സൈഡ് വരാം. ഇൻഡന്റ് ഓൺലി the first line of the paragraph or all lines of in a paragraph except the first line. Indent only the first line of the paragraph or all lines. The indent, to indent a paragraph 1/2 inch at a time, click the increase or decrease indent button in the Home tab. നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും increase or decrease buttons ഉപയോഗിക്കാം. ഇൻഡന്റ് ഫസ്റ്റ് ലൈനിന് മാത്രം കൊടുക്കാം, ലെഫ്റ്റിന് റൈറ്റ്. ആദ്യം നമ്മൾ ഇൻഡന്റ് എന്താണെന്ന് മനസ്സിലാക്കാം, സ്പേസ് ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് ടെക്സ്റ്റ് ആൻഡ് മാർജിൻസ്. ലെഫ്റ്റിൽ നിന്നും ഇൻഡന്റ് വരാം, റൈറ്റ് ഇൻഡന്റ് വരാം. ഫസ്റ്റ് ലൈനിന് മാത്രമുള്ള ഇൻഡന്റേഷനും ഉണ്ട്. അത് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് എന്ത് ചെയ്യാം, 1.5 ഇൻഡന്റ് ടൈം വെച്ച് ഒരു സമയത്ത് വെച്ച് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻഡന്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. When using the first line indent, only the first line of a paragraph is indented. ഫസ്റ്റ് ലൈനിന് മാത്രം വരും. നമ്മൾ എഴുതും പറയാം, ചിലപ്പോൾ പാരഗ്രാഫ് ഒക്കെ നമ്മൾ ഹാൻഡ് ഇട്ടാണ് കുറച്ച് ഒന്നാമത്തെ ലൈൻ മാത്രം കുറച്ച് അകത്തോട്ട് നീക്കി എഴുതും. അതിന് മാത്രം എഫക്ട് ചെയ്യുന്ന ഇൻഡന്റിനെയാണ് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്. To indent the first line of a paragraph, you can drag the first line indent marker on the ruler. റൂളർ ലൈനിൽ ലെഫ്റ്റിനും റൈറ്റിനും ഒക്കെയുള്ള മാർക്ക് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ എന്താണ് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്. ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് എവിടെ ഇരിക്കുന്നു അവിടെ ആയിരിക്കും ഇരിക്കുന്നത്. After you set the first line indent in one paragraph, all subsequent paragraphs you type will have the same first line indent. The left line indent ഉണ്ട്, right line indent ഉണ്ട്, പിന്നെ എന്താണ് ഫസ്റ്റ് ലൈൻ indent ഉണ്ട്. Okay. You can create hanging indents in which the full first line of the text is not indented but the following lines are. ഒന്നാമത്തെ ലൈൻ മാത്രം ഇൻഡന്റ് ചെയ്യത്തില്ല. യു ക്യാൻ യൂസ് ഹാങ്ങിങ് ഇൻഡന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസതേ ഉള്ളൂ. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് മാർജിനേക്കാളും കുറച്ചുകൂടെ അകത്തോട്ട് നീങ്ങിക്കും. ഫസ്റ്റ് ലൈൻ മാത്രം നമ്മൾ സാധാരണ പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ വിപരീതമായിട്ട് ഫസ്റ്റ് ലൈൻ മാത്രം ലെഫ്റ്റിലോട്ട് കയറിയിരിക്കുകയും ബാക്കിയെല്ലാം അകത്തോട്ട് നീങ്ങിയിരിക്കുകയും ഞാൻ എന്ത് പറയും, ഹാങ്ങിങ് ഇൻഡന്റ് എന്ന് പറയാം. ഹാങ്ങിങ് ഇൻഡന്റ്സ് അപ്പിയർ കോമൺലി ഇൻ ലിസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ്സ് സച്ച് ആസ് ഗ്ലോസറീസ് ആൻഡ് ബിബ്ലിയോഗ്രഫീസ്. You can set indents on the indent and spacing tab in the paragraph dialog box. ഒന്നാമത്തെ ലൈനിന് ലെഫ്റ്റ് മാർജിനേക്കാളും പുറത്തോ ലെഫ്റ്റിലോട്ട് നിൽക്കുവാണെങ്കിൽ എന്ത് പറയും, നമുക്ക് ഹാങ്ങിങ് ഇൻഡന്റ് എന്ന് പറയും. ലെഫ്റ്റ് മാർജിനേക്കാളും റൈറ്റ് സൈഡിലോട്ട് നിൽക്കുവാണെങ്കിൽ എന്ത് പറയും, ഫസ്റ്റ് ലൈൻ ഇൻഡന്റേഷൻ എന്ന് പറയും. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഹാങ്ങിങ് ഇൻഡന്റ് ആണ് ഈ കാണിച്ചേക്കുന്നത്. പാരഗ്രാഫ് വിത്ത് ഹാങ്ങിങ് ഇൻഡന്റ് അപ്ലൈ. ഇവിടെ കണ്ടില്ലേ എല്ലാം കുറച്ചുണ്ട്. ആദ്യത്തെ
ഡെലിവറി 2015 വൈ എന്നൊക്കെയുള്ള വേർഡുകൾ കുറച്ചുകൂടെ ലെഫ്റ്റ് മാർജിനേക്കാളും ലെഫ്റ്റിലോട്ട് നീങ്ങി നിൽക്കുകയാണ്. അതിനെയാണ് ഹാങ്ങിങ്. ഇത് കുറച്ച് നേരെ തിരിച്ച് അകത്തോട്ടാണ് ഫസ്റ്റ് ലൈൻ നിൽക്കുന്നത്. ഫസ്റ്റ് ലൈൻ ഇൻഡന്റേഷൻ. ഓക്കെ. അടുത്ത ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ഇടയ്ക്കുള്ള സ്പേസിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് ഓഫ് ടെക്സ്റ്റ്. സിംഗിൾ സ്പേസിംഗ് ഉണ്ട്, എക്സ്ട്രാ സ്പേസിംഗ്, ഡബിൾ സ്പേസിംഗ് ഉണ്ട്, 1.5 സ്പേസിംഗ് ഉണ്ട്, എക്സ്ട്രാ സ്പേസിംഗ് ഉണ്ട്. ഇത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ലൈൻസ് തമ്മിലുള്ള സ്പേസിംഗ് ആണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. കണ്ട് ഇവിടെ നോക്കുക, ഡിഫറെന്റ് സ്പേസിംഗ്. 1 ലൈൻ സ്പേസിംഗ്, 1 and 1.5 സ്പേസിംഗ്, 1.5 ലൈൻ സ്പേസിംഗ്, 2 ലൈൻ സ്പേസിംഗ്, പല രീതിയിലുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ലൈൻ സ്പേസിംഗ് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നതാണ്, ഇവിടെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. Adjusting paragraph spacing. Paragraph spacing is the amount of space between paragraphs. By default, it is add 10 point space after each paragraph. ഓരോ പാരഗ്രാഫും കഴിഞ്ഞ് 10 പോയിന്റ്സ് കാണും. Often heading style includes spacing before and after the heading paragraph as a part of style definition. ഒരു പാരഗ്രാഫിന് മുമ്പും നേരവും ആഫ്റ്റർ ആൻഡ് ബിഫോർ എത്ര സ്പേസിംഗ് വരുന്നതിനെയാണ് എന്താണ് പാരഗ്രാഫ് സ്പേസിംഗ് എന്ന് പറയുന്നത്. ലൈൻ സ്പേസിംഗ് ലൈനുകളുടെ ഇടയ്ക്കുള്ളത്. Vertical alignment. Vertical alignment referred to the positioning text between top and bottom margins of the document. Top and bottom margin arrange. You can align text with the top of the page, center of the text, distribute the text equally between the top and bottom margins, justify or align the text with the bottom of the page. പല രീതിയിൽ നമുക്ക് vertically വേണമെങ്കിലും alignments കൊടുക്കാം. Understanding. അടുത്താണ് tab stop. Tab stops or simply tabs marks the place where insertion points will stop when you press the tab. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സീരിയൽ നമ്പർ, നെയിം, മാർക്ക് മൂന്നായിട്ട് അടിക്കണമെന്ന് വെച്ചോ. നമ്മൾ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് പേര് ടൈപ്പ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് മാർക്ക് ടൈപ്പ് ചെയ്യുന്നു. ഒന്നൊന്നടിച്ച് ഒരു ടാബ് പ്രസ് ചെയ്യുമ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങിക്കണം. അത് കഴിഞ്ഞാൽ പേര് ടൈപ്പ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ടാബ് പ്രസ് ചെയ്യുന്നു, എവിടെ പോയിരിക്കും? മാർക്ക് അടിക്കാനുള്ള സ്ഥലം. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അടുത്ത ലൈനിൽ വരുന്ന വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 2 എന്നുള്ള സീരിയൽ നമ്പർ കൊടുക്കുന്നു, ഒരു ടാബ് പ്രസ് ചെയ്യുന്നു, കുറച്ചങ്ങോട്ട് നീങ്ങിക്കും. അതിനാണ് ടാബ് സ്റ്റോപ്പ്. ഒരു ടാബ് പ്രസ് ചെയ്യുമ്പോൾ എവിടെയാണ് പോയി നിൽക്കേണ്ടത്, അതിനാണ് ടാബ് സ്റ്റോപ്സ്. നമുക്ക് അങ്ങനെയുള്ള മാറ്റർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടാബ് സ്റ്റോപ്പ് സെറ്റ് ചെയ്യാം. ടാബ് സ്റ്റോപ്സ് ആർ യൂഷ്വലി യൂസ്ഫുൾ ഫോർ ക്രിയേറ്റിംഗ് ടേബിൾസ് ഓർ അലൈൻഡ് നമ്പേർഡ് ഐറ്റംസ്. In the Word, default tab stops are set every half inch and left aligned. Text alignment can be set like left, right, center and decimal tabs. പല രീതിയിലുള്ള ടാബ് സ്റ്റോപ്സ് ഉണ്ട്. ലെഫ്റ്റ് ടാബ്, റൈറ്റ് ടാബ്, സെന്റർ ടാബ്, ഡെസിമൽ ടാബ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡെസിമൽ പോയിന്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഡോട്ടുകൾ, ഡെസിമൽ പോയിന്റ്സ് നേരെ അലൈൻഡ് ആയിട്ട് വരണമെങ്കിൽ യു വിൽ സെറ്റ് എന്താണ് ഡെസിമൽ ടാബ് സെറ്റ് ചെയ്യാം. പല ടൈപ്പ് ഉള്ളത് ടാബുകൾ തന്നെ. ലെഫ്റ്റ് ടാബ് ഉണ്ട്, റൈറ്റ് ടാബ് ഉണ്ട്, സെന്റർ ടാബ് ഉണ്ട്, ഡെസിമൽ ടാബ് ഉണ്ട്. സിമ്പിൾസ് കണ്ടാൽ അറിയാം. ആദ്യത്തെയാണ് ലെഫ്റ്റ് ടാബ്, രണ്ടാമത്തെ റൈറ്റ് ടാബ്, മൂന്നാമത്തെ സെന്റർ ടാബ്, നാലാമത്തെ ഡെസിമൽ ടാബ്. ലെഫ്റ്റ് ടാബ് ഫംഗ്ഷൻ എന്താണ്? ലെഫ്റ്റ് അലൈൻ സെലക്ടഡ് ടെക്സ്റ്റ് അറ്റ് എ പോയിന്റ് ഇൻഡിക്കേറ്റ്സ് ഓൺ ദ ഹോറിസോണ്ടൽ റൂളർ. ദിസ് ഈസ് കാൾഡ് ഡിഫാൾട്ട് ടാബ്. മറ്റേ റൈറ്റ് അലൈൻഡ് ആയിട്ട് വരും. ഇപ്പൊ എക്സാമ്പിൾ ന്യൂമറിക് ടെക്സ്റ്റ് മാറ്റാണ് അടിക്കുന്നതെങ്കിൽ ആദ്യം 12 അടിക്കുന്നത്, പിന്നെ 121 അടിക്കുന്നു, പിന്നെ 1254 അടിക്കുന്നു. ആദ്യത്തെ 2 ഡിജിറ്റ് നമ്പർ ആണ്, പിന്നെ പറഞ്ഞ 3 ഡിജിറ്റ് നമ്പർ ആണ്, പിന്നെ പറഞ്ഞ 4 ഡിജിറ്റ്. അങ്ങനെയുള്ള നമ്പറൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് റൈറ്റ് ജസ്റ്റിഫൈ ചെയ്തായിരിക്കും അടിക്കും. അങ്ങനെയുള്ള നമ്പർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ടാബ് സെറ്റ് ചെയ്യും. അതുപോലുള്ള പിന്നെ ചിലപ്പോൾ ഡെസിമൽ പോയിന്റ്സ് വരുന്നതാണെങ്കിൽ നമ്മൾ ഡെസിമൽ ടാബ് സെറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഓരോ ടാബ് സെറ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന മാറ്റം. ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടായിരിക്കണോ, റൈറ്റ് അലൈൻഡ് ആയിട്ടാണോ ഇൻഫർമേഷൻ പറഞ്ഞത്, സെൻട്രലൈസ്ഡ് ആയിട്ടാണോ ടാബിന് വരേണ്ടത്, അതോ ഡെസിമൽ ആണെങ്കിൽ ഡെസിമൽ ആയിട്ട് വരണം. ഓക്കെ, 4 ടൈപ്പ് ടാബ് സെറ്റിംഗ്സ് നമ്മൾ പറഞ്ഞു. Left, right, center and decimal tab. To set the tab stop, select the paragraph and click the ruler at the desired tab location. നമ്മൾ ruler line കൊണ്ട് click ചെയ്ത tab. When you insert tab stop, the default tab stop, the tab stopper marker erased. To move the tab stop, drag the tab stop marker to a new location on the ruler line. നമുക്ക് ഇഷ്ടമുള്ളിടത്തോട് അതിന് tab stops ചെയ്യാനായിട്ട് വിളിച്ച് ഡ്രാഗ് ചെയ്ത്. To remove the tab, drag the marker off the ruler. അവിടുന്ന് പിടിച്ച് റൂളറിന് പുറത്തോട്ട് ഡ്രാഗ് ചെയ്ത് കളഞ്ഞാൽ ആ മാർക്കർ അങ്ങ് അവിടുന്ന് റിമൂവ്, ടാബ് മാർക്കർ അവിടുന്ന് റിമൂവ് ആയി പറ്റും. Leaders are solid dotted and dashed lines that fills the blank space before the tab setting.
ടാബിന് ലീഡർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നോർമലി ലീഡർ സ്പേസിംഗ് ആയിരിക്കും ഫില്ല് ചെയ്യുന്ന ലൊക്കേഷൻ. ഫില്ല് ചെയ്യുന്ന സ്ഥലത്തായിട്ട് നമുക്ക് ഡോട്ടഡ്സ് ഇട്ടോ ഡാഷ് ലൈനോ ഇട്ടോ ഫില്ല് ചെയ്യണമെങ്കിൽ കൊടുക്കുന്നതിന് ലീഡേഴ്സ് ആണ്. ലീഡേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ ടേബിൾസ് ഓഫ് കണ്ടന്റ്സ്. ഇപ്പൊ 1 നമ്പർ കൊടുത്ത് ഡോട്ട് ഒരു വേർഡ് വരുന്നു, അങ്ങനെ അവന് വേർഡിന് മുമ്പായിട്ട് ലീഡിങ് ആയിട്ട് എന്തിട്ട് ഫില്ല് ചെയ്യണം, അതിനെയാണ് ലീഡർ എന്ന് പറയുന്നത്. അടുത്ത ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ലിസ്റ്റ് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഇപ്പൊ ഇത് പറഞ്ഞ ബുള്ളറ്റ് ലിസ്റ്റ് ആണ് നമ്മൾ ഈ കാണിച്ചേക്കുന്നത്. 3 ബുള്ളറ്റ് ഉള്ള ലിസ്റ്റ് ആണ്. നമ്പേർഡ് ലിസ്റ്റ് ഈസ് യൂസ്വൽ വെൻ ഐറ്റംസ് അപ്പിയർഡ് സീക്വൻഷ്യലി സച്ച് ആസ് ഇൻസ്ട്രക്ഷൻസ്. ബുള്ളറ്റ് ലിസ്റ്റ് ആർ ഓഫൺ യൂസ്ഡ് വെൻ ഓർഡർ ഓഫ് ദ ഐറ്റം ഡസ് നോട്ട് മാറ്റർ. ഇപ്പൊ ഇവിടെ 3-4 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ബുള്ളറ്റ് ലിസ്റ്റ് ഉള്ളത്. ഇതിപ്പോ 1, 2, 3 എന്നാക്കണമെന്ന് നമ്മൾ അതിന് എന്ത് പറഞ്ഞേനെ, നമ്പേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു. ഇത് ആസ് പെർ അവർ എക്സാമ്പിൾ സ്ക്രീനിൽ എന്താണ് കൊടുത്തേക്കുന്നത്, ബുള്ളറ്റ്സ് ആണ് പറഞ്ഞത്. ബുള്ളറ്റ്സ് ഈസ് എ സ്മാൾ ക്യാരക്ടർ ദാറ്റ് അപ്പിയർ ബിഫോർ ഐറ്റം. ബുള്ളറ്റ്സ് ഉണ്ട്, നമ്പറുണ്ട്. സീക്വൻഷ്യൽ ഓർഡറിൽ എന്തായാലും കാണിക്കണമെങ്കിൽ നമ്പറിംഗ് കൊടുക്കും. അത് ABCD 1 2 3 റോമൻ 1 2 3 4 ഒക്കെ കൊടുക്കാം. ഓക്കെ, അതാണ് ബുള്ളറ്റ്സ് നമ്പറിംഗ്. ഇനി മൾട്ടി ലെയർ ഉണ്ട്. ദ വേ ടു ക്രിയേറ്റ് നമ്പേഴ്സ് ആൻഡ് ബുള്ളറ്റ്സ് ഇറ്റ് ആസ് യു ടൈപ്പ് ക്രിയേറ്റ് പാരഗ്രാഫ് then you click numbering the bullets and buttons. You can also change the list that you already typed on the bulleted or numbered list by selecting the item then clicking either the bullet or number. നമ്മൾ ഒന്ന് ടൈപ്പ് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യുന്ന മുമ്പ് ബുള്ളറ്റോ നമ്പറിംഗ് കൊടുത്തതിന് ശേഷം ഇൻസേർട്ട് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് മാറ്റർ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ബുള്ളറ്റ്സിയോ നമ്പറിങ്ങോ നമുക്ക് കൊടുത്തിടാം. കണ്ടില്ലേ ഇവിടെ എക്സാമ്പിൾസ് കണ്ടില്ലേ, പല ടൈപ്പിൽസ് നമ്പറിംഗ് ആണ് ഇത് കൊടുത്തേക്കുന്നത്. അതുപോലെ ബുള്ളറ്റ്സും ഉണ്ട്. നമ്പറിംഗ് ഗാലറിയാണ് ഈ കാണിച്ചത്. ഇനി you can customize bulleted and numbered list by changing the indents or customizing. ഇപ്പൊ നമ്പർ ഇടുമ്പോൾ നമുക്ക് 1 തുടങ്ങണ്ട, 2 5 തുടങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് നമ്പർ ഒക്കെ കൊടുത്തു നോക്കാം. ഇനി മൾട്ടി ലെവൽ ലിസ്റ്റ് ഈസ് എ ലിസ്റ്റ് വിച്ച് 2 or more level of bullets or numbering. ഇപ്പൊ 1-നകത്ത് 1.1 1.2 അല്ലെ 1 കഴിഞ്ഞിട്ട് അതിനകത്ത് A B, പിന്നെ 2 കഴിഞ്ഞിട്ട് A B, അതിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് മൾട്ടി ലെവൽ ലിസ്റ്റ്. അതും ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. Organizing documents in outline view. In outline view, you can type topic headings and subheadings for the document. Headings and subheadings കൊടുക്കാം. Word usually formats first line with the heading style 1 and enter to create the heading. And if you press the tab, the create level of the heading is 2. അങ്ങനെ നമുക്ക് outline viewയിൽ headings subheadings ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് ലൈൻ പിന്നെ ടാബ് അടിക്കുന്ന ഹെഡിങ് സ്റ്റൈൽ 2-ലോട്ട് പോകും. അങ്ങനെ നമുക്ക് ഡോക്യുമെന്റ് ഔട്ട്ലൈൻ വ്യൂവിൽ ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ല, ഇവിടെ കണ്ടില്ലേ, വൈ എക്സസൈസ്, ലീവ് ലോങ്ങർ, ലോവർ ഹൈ ബ്ലഡ് പ്രഷർ, കണ്ടില്ലേ. ഇതാണ് മൾട്ടി ലെവലില് പല ലെവലിലെ ഔട്ട്ലൈൻ വ്യൂവിൽ ഇൻഫർമേഷൻസ് നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുന്നതിന് ഒരു ടെക്സ്റ്റ് ഇൻ ഔട്ട്ലൈൻ വ്യൂ എക്സാമ്പിൾ. ഇത് സമ്മറി ഇന്ന് പഠിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം പഠിച്ച റൂളർ ലൈനിനെ കുറിച്ചാണ്, അത് വ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ മാർജിൻസ് ആർ ബ്ലാങ്ക് ഏരിയാസ് അറൗണ്ട് ദ ടോപ്പ് ബോട്ടം ആൻഡ് സൈഡ്സ് ഓഫ് ദ പേജ്. അതിനെയാണ് പറയുന്നത് സൈഡ്സ് ഓഫ് ദ പേജിനെ ലെഫ്റ്റ് മാർജിൻ റൈറ്റ് മാർജിൻ എന്ന് പറയും. പിന്നെ അലൈൻമെന്റ് പല രീതിയിലുണ്ട്, ലെഫ്റ്റ് അലൈൻ ഉണ്ട്, റൈറ്റ് അലൈൻ, അങ്ങനെ അലൈൻ ദ ടെക്സ്റ്റ് ബൈ ക്ലിക്കിംഗ് ഓൺ ഓഫ് ദ അലൈൻമെന്റ് ബട്ടൺസ്. പിന്നെ അതിനകത്ത് ഇൻഡൻസ് ഉണ്ട്. പിന്നെ ലൈൻ സ്പേസിംഗ് നമ്മൾ പഠിച്ചു, 1 1.2 പഠിച്ചു. പിന്നെ യു ക്യാൻ ചേഞ്ച് ദ വെർട്ടിക്കൽ അലൈൻമെന്റ് സെറ്റ് ചെയ്യുന്ന എങ്ങനെ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, അലൈൻ text align can be set with left, right, center or decimal tabs. Okay, you can use the bullet and numbering buttons in the paragraph groups on the home tab or create bullet and numbering ne kurichu padichu. Pinne multi level bullet ne kurichu nammal manasilakki. പിന്നെ നമുക്ക് ഔട്ട്ലൈൻ വ്യൂവിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, പുതിയൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.